എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് എന്താണ് പഞ്ചഗവ്യ അഭിഷേകം അല്ലെ പഞ്ചഗവ്യ ശുദ്ധി. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല അമ്പലങ്ങളിലും വർഷത്തിലൊരിക്കൽ പ്രതിഷ്ഠാദിനത്തിനും അല്ലെ ഉത്സവകാലങ്ങളിലൊക്കെ നവകം പഞ്ചഗവ്യം അഭിഷേകം ചെയ്ത് ഉച്ചപൂജയൊക്കെ കഴിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ പഞ്ചഗവ്യത്തിൻ്റെ പ്രാധാന്യം? പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ ഒരു പശുവിൻ്റെ 5 സാധനങ്ങൾ, അതായത് ഗോമൂത്രം, ചാണകം, തൈര്, പാല്, വെണ്ണ, ഈ 5 സാധനങ്ങൾ വ്യത്യസ്ത അളവുകളിൽ വ്യത്യസ്ത മന്ത്രം ചേർത്ത് നിർമ്മിക്കുന്നതാണ്. ഈ പഞ്ചഗവ്യം ഏതൊരു ദേവനും വളരെ വിശേഷമായിട്ട് അഭിഷേകം ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ്. കലശത്തിൽ പൂജിച്ച് ഈ പഞ്ചഗവ്യം അഭിഷേകം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്താണ്? അതായത് അമ്പലങ്ങളിലേക്ക് പലതരത്തിലുള്ള അശുദ്ധികൾ വരും. അതായത് പുലവാലായ്മയുള്ള ആൾക്കാർ കടക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധികൾ, മന്ത്രം കൊണ്ടുള്ള അശുദ്ധികൾ, പിന്നെ കുളിക്കാതെ വരുമ്പോഴുള്ള അശുദ്ധികൾ, അല്ലെങ്കിൽ അഴുക്കുള്ള സ്ഥലത്തു നിന്നും നിർമാല്യമൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ദേവന് അർച്ചിക്കുമ്പോഴുള്ള അശുദ്ധികൾ, അങ്ങനെ പലതരത്തിൽ, അല്ലെ ഉത്സവങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പം പലതരത്തിലുള്ള ആൾക്കാർ ദേവസന്നിധിയിലേക്ക് വരുമ്പോൾ ഈ ഉത്സവം കഴിഞ്ഞിട്ട് ഒരു പഞ്ചഗവ്യം അല്ലെ നവകം പഞ്ചഗവ്യം അഭിഷേകം ചെയ്ത് ശുദ്ധി വരുത്തുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ അശുദ്ധികൾ മാറാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വർഷക്കാലത്ത് വരുന്ന പലതരത്തിലുള്ള അശുദ്ധികൾ ദേവൻ്റെ ചൈതന്യത്തിന് ലോപം സംഭവിക്കും. അങ്ങനെയുള്ള ലോപത്തെ മാറ്റി ദേവൻ്റെ ചൈതന്യത്തിന് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന, ശുദ്ധി വരുത്താൻ ചെയ്യുന്ന ഒരു അഭിഷേകമാണ് ഈ പഞ്ചഗവ്യ അഭിഷേകം. സാധാരണഗതിയിൽ നവകം പഞ്ചഗവ്യം 9 കലശങ്ങളും പിന്നെ പഞ്ചഗവ്യവും ആണ് ദേവന് അഭിഷേകം ചെയ്യുക ഈ ഒരു വർഷ പ്രതിഷ്ഠാദിനത്തിനും അല്ലെ ഉത്സവകാലത്തുമൊക്കെ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് ഈ അശുദ്ധികളോ ചിലപ്പം ദേവൻ്റെ ചൈതന്യത്തിനെ തിരിച്ചു കൊണ്ടുവരാനോ പറ്റില്ല. അങ്ങനെയാവുമ്പോൾ 12 വർഷത്തിലൊരിക്കൽ നവീകരണ കലശവും അല്ലെ ദ്രവ്യ കലശവും അഷ്ടബന്ധ കലശമൊക്കെ കഴിച്ച് ദേവൻ്റെ ചൈതന്യത്തെ ഒരു അനുഗ്രഹ കലയായിട്ട് മാറ്റുന്ന രീതിയുമുണ്ട്. അപ്പോൾ വർഷത്തിലൊരിക്കലുള്ള അശുദ്ധികൾ മാറാൻ വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യ അഭിഷേകങ്ങളും കലശാഭിഷേകങ്ങളും ഒക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.